അടിപൊളി, സൂപ്പറാണ്. ഞെട്ടിച്ചില്ല, പേടിച്ചില്ലേ, തകർത്തു. ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ല, നല്ല സിനിമയാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഹൊറർ ആണെന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴേ ഓരോ നിമിഷം പേടിയാണ്, അടുത്ത് എന്താ സംഭവിക്കാന്ന് അറിയാതെ. പകുതി ഇല്ല, അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റി ആണ്. ഹൊറർ ആണോ ചോദിച്ചാൽ എന്താ പറയാ, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അത്രയും. അല്ല, അങ്ങനെയൊന്നുമില്ല, തിയേറ്ററിൽ ഇറങ്ങിയ പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ പടം. അടിപൊളി, നന്നായി, സൂപ്പറായിട്ടുണ്ട്. ഇത്രയും നല്ല പോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല, ഇങ്ങനെ മൂപ്പർക്ക് പറ്റും നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ഒന്നും പറയാനില്ല. ശരിക്കും നമ്മുടെ ലാലേട്ടന്റെ എന്താ പറയാ, മോനല്ല, അതിൻ്റെ അത് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അടിപൊളി, ഒന്നും പറയാനില്ല, 100-ൽ 100 മാർക്ക്, ഒരു രക്ഷയില്ല. ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സൂപ്പർ. പടം കൊള്ളാം, അടിപൊളി പടമാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പ്രണവിൻ്റെ മാജിക് അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ രാഹുൽ സദാശിവൻ ഡയറക്ടറുടെ ഒരു പ്രകടനം, പുള്ളിയാണ് ഇതിൽ ഫുൾ ഓഫ് കൈകടത്തിയേക്കുന്നത്. പ്രമേയവും ഭൂതകാലമൊക്കെ കണ്ട് ഞെട്ടിയവർക്ക് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് ഉറപ്പായിട്ട് ഈ പടം ഇഷ്ടപ്പെടും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പ്രണവ് തകർത്ത് ആടിയിട്ടുണ്ട്. ഇതിൻ്റെ എവരി ഏരിയ, എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും ഡയറക്ഷൻ, ക്യാമറ ലെവലൊക്കെ അസാധ്യമാണ്. ഒരു പക്ക ത്രില്ലർ ബേസ്ഡ് ഹൊറർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ജോണറിൽ പോയേക്കുന്ന ഒരു പടമാണ്. തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്. എൻഡിങ് ഒക്കെ കൊണ്ടു നിർത്തിയേക്കുന്നതും ഒരു ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ നിയറസ്റ്റ് വന്നതിൽ വെച്ചിട്ട് ഒരു നല്ലൊരു ഹൊറർ ടച്ചുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നല്ല സിനിമ തന്നെയാണ്, തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതായത് നമ്മളൊരു ഔട്ട് ഓഫ് ഇന്ത്യ, ഐ മീൻസ് ഫ്രഞ്ച്, സ്പാനിഷ് ഒക്കെ മൂവീസൊക്കെ കാണുന്നൊരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ കോഞ്ചറിങ് ഒക്കെ കണ്ടേക്ക് നമ്മൾ ഞെട്ടിയേക്കുന്ന ആ ഒരു മലയാളത്തിൻ്റെ വേർഷൻ രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ എഫക്റ്റാണ് ഉദ്ദേശിച്ചത്, കമ്പാരിസൺ അല്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ വാച്ചബിളാണ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റംസ് ഉണ്ട്. പ്രണവിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ഉണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വർത്താണ്, നല്ല പടം ഒരു രക്ഷയില്ല ബ്രോ. എന്തായാലും കാണണം, തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. നല്ല പേടിക്കാനുണ്ട്. ലാലേട്ടൻ്റെ മകൻ പ്രണവ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വേറെ രക്ഷയില്ല. എന്താ തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും കാണണം. ഈ അടുത്തൊന്നും തിയേറ്ററിൽ പോയിട്ട് ഇത്രയും പേടിച്ച ഒരു മലയാള സിനിമ, മീൻസ് മേക്കിംഗ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, സൗണ്ട് എഫക്റ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു രക്ഷയില്ല. തിയേറ്ററിൽ എന്താ മീൻസ് പക്ക തിയേറ്റർ വാച്ച് മിസ്സാക്കരുത്. അതുപോലെ തന്നെ ശരിക്കും പേടിച്ചോ? നല്ലോണം പേടിക്കും. മീൻസ് എന്നാ പറയുക, ഫസ്റ്റ് ഒരു സ്ലോ പേസിലങ്ങ് പോവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് സെറ്റായിട്ടാണ് പടം പോകുന്നത്. ഒരു രക്ഷയില്ല. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കാണുക. മസ്റ്റ് വാച്ച് സാധനമാണ്. മസ്റ്റ് വാച്ച്. ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. പുള്ളി ഒരു രക്ഷയില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് പുള്ളിയുടെ പഴയ കുറേ പടങ്ങൾ കാണുമ്പോഴത്തേനും നമുക്ക് വരുന്നുണ്ടാവില്ല, പക്ഷെ പുള്ളിയിൽ കിടിലൻ പെർഫോമൻസ് ആണ്. എന്നാ പറയുക, പക്ക ആ ഒരു ഓരോ സീനനുസരിച്ച് ആ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് മീൻസ് പക്ക പ്രണവ് ഷോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്.